നിങ്ങൾക്ക് വാങ്ങേണ്ട സ്വർണത്തിന്റെ വെറും 3% മാത്രം അഡ്വാൻസ് അടച്ചാൽ മതി. ഞങ്ങൾ ആ ദിവസത്തെ സ്വർണ്ണവില ബ്ലോക്ക് ചെയ്തു വെക്കും. ഫൈനൽ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത വില അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ദിവസത്തെ വില ഏതാണോ കുറവ് ആ വിലയിൽ പർച്ചേസ് ചെയ്യാം. എന്ന് വെച്ചാൽ റിസ്ക് ചെറുത്, ആനന്ദം വലുത്. കൊള്ളാല്ലേ? എന്റെ കുടുംബം, എന്റെ ആഘോഷം, എന്റെ മലബാർ. കാലിക്കറ്റ് സർവകലാശാല ബിസോൺ കലോത്സവം 4ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ മികച്ച സംഘാടനത്തിൻ്റെ പ്രവർത്തന മേഖലയാണ് നമുക്കിവിടെ കണ്ടുവരുന്നത്. അതിനിടയിൽ ഒരു കല്ലുകടി എന്ന പോലെ ചില സംഘർഷ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ് എന്നുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ജില്ലാ നേതൃത്വങ്ങളായിട്ടുള്ള പ്രസിഡന്റ് MSF പ്രസിഡന്റ് അഫ്നാസ് ചോറോഡ്, KSU പ്രസിഡന്റ് VT സൂരജ് എന്നിവർ മീഡിയ വിഷനുവുമായി സംവദിക്കുകയാണ്. ഇന്നലെ ബിസോൺ കലോത്സവത്തിൻ്റെ 3ാം ദിവസം യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ സമാധാനപൂർവ്വമാണ് കലോത്സവങ്ങളെ മത്സരങ്ങളൊക്കെ കഴിഞ്ഞു പോയത്. പക്ഷെ രാത്രി ഒരു മത്സരവും കഴിഞ്ഞതിന് ശേഷം ലോ കോളേജിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ തങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിലേക്ക് ഇരച്ചു കയറുകയും അവിടെയുള്ള സാധനങ്ങൾ നശിപ്പിക്കാനും അതോടൊപ്പം തന്നെ ജില്ലാ റപ്പായിട്ടുള്ള ജാഫർ തുണ്ടിനെ മർദ്ദിക്കുകയും അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളെ അടക്കം വളരെ മോശമായ രൂപത്തിലുള്ള ഭാഷ ഉപയോഗിച്ച് ചീത്ത വിളിക്കുകയും ഒരു പ്രകോപനം ഉണ്ടാക്കിയും ഈ ബിസോൺ കലോത്സവത്തെ അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇന്ന് പല മാധ്യമങ്ങളിലും ഒക്കെ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുന്നത് ബിസോൺ കലോത്സവത്തിലെ സംഘാടകർ ആ ലോ കോളേജിലെ വിദ്യാർത്ഥികളെ മർദ്ദിച്ചു എന്ന രൂപത്തിൽ വ്യാജ പ്രചരണങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. SFI അയച്ചുവിട്ട ആക്രമണങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്കറിയാം. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ബിസോൺ കലോത്സവം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തുമ്പോൾ SFI ആലോചിക്കേണ്ടത്, ആ വീഡിയോ കണ്ടാൽ തന്നെ നമുക്കറിയാം, ഒരാൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ ആരാണ് പ്രകോപനമുണ്ടായത്. സാധാരണ മത്സരങ്ങൾ നടന്നാൽ ഒരു കോളേജ് വിജയിക്കും, മറ്റു ക്യാമ്പസുകളൊക്കെ 2-3 സ്ഥാനത്തൊക്കെ പോകും, അത് സ്വാഭാവികമാണ്. പക്ഷേ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഇവിടെ മത്സരങ്ങൾ നടക്കണ്ട എന്ന രൂപത്തിലുള്ള കാര്യങ്ങളുമായിട്ടാണ് SFI മുമ്പോട്ട് പോകുന്നത്. ബിസോൺ കലോത്സവത്തെ അലങ്കോലപ്പെടുത്താൻ SFI ശ്രമിക്കുകയാണെങ്കിൽ അതിനെ ശക്തമായ രൂപത്തിൽ തന്നെ പ്രതിരോധിക്കാനുള്ള സംഘടനാ ശക്തി ഞങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടി ഞങ്ങൾ നൽകുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ സോണൽ കലോത്സവങ്ങൾ അലങ്കോലപ്പെടുത്താൻ ആസൂത്രിതമായി SFI തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഡിസോൺ കലോത്സവത്തിൽ പ്രശ്നങ്ങളുണ്ടായിട്ടുള്ളത്, സീസോൺ കലോത്സവത്തിൽ പ്രശ്നങ്ങളുണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ സംഘാടകരെ ആക്രമിച്ചും സംഘാടക സമിതിക്ക് നേരെ നിരന്തരമായി പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുമാണ് എല്ലാ ഇടങ്ങളിലും സോണൽ കലോത്സവങ്ങൾ അലങ്കോലപ്പെടുത്താൻ SFI നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇന്നലെ ഒരു മത്സരം ഇവിടെ നടന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് 27-ാം തീയതി പുളിയാവ് നാഷണൽ കോളേജിൽ തുടങ്ങിയ ബിസോൺ കലോത്സവം ഏറ്റവും മനോഹരമായിട്ടാണ് നടക്കുന്നത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ നടന്ന ഏറ്റവും മനോഹരമായി സംഘടിപ്പിക്കപ്പെട്ട കലോത്സവമാണ് പുളിയാവ് നാഷണൽ കോളേജിൽ വെച്ച് നടക്കുന്ന ബിസോൺ കലോത്സവം. ഒരു പരാതിയില്ലാതെ, ഒരു പരിഭവമില്ലാതെ ഇവിടേക്ക് കടന്നു വരുന്ന വിവിധ സംഘടനകളിൽപ്പെട്ട വിവിധ ആശയങ്ങളുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ഈ നാടും ഈ ക്യാമ്പസും ഇതിൻ്റെ സംഘാടകരും കൈനീട്ടി സ്വീകരിച്ച് പരിഭവങ്ങളും പരാതികളും ഇല്ലാതെയാണ് ഈ നിമിഷം വരെ ഈ കലോത്സവം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇന്നലെ വൈകുന്നേരം ഒരു പരിപാടി കഴിഞ്ഞ് ആ പരിപാടിയിൽ പരാതിയുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട്, അതായത് ജഡ്ജ്മെൻറ്റിൽ പരാതിയുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കാൻ ഒരു കൂട്ടം ആളുകൾ ബിസോൺ കലോത്സവത്തിൻ്റെ സംഘാടക സമിതി ഓഫീസിലേക്ക്, പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിലേക്ക് കടന്നു വന്ന പ്രശ്നം വെച്ച ബഹളമുണ്ടാക്കിയ ആളുകളെ ഏറ്റവും അനുഭാവപൂർണ്ണമായിട്ടാണ് നമ്മൾ പരിഗണിച്ചിട്ടുള്ളത്. ലോ കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു, ലോ കോളേജിലെ SFI നേതാക്കന്മാരായിരുന്നു ആ പ്രശ്നമുണ്ടാക്കാൻ, മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കാൻ അവിടെ മത്സരിച്ച കുട്ടികളെയും കടന്നു വന്നത്. എല്ലാവരും മത്സരിക്കുന്നത് 1ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടാത്ത ആളുകൾക്ക് നിരാശ ഉണ്ടാവും, സങ്കടമുണ്ടാവും, സ്വാഭാവികമാണ്. ആ കുട്ടികളുടെ വൈകാരികതയെ മുതലെടുത്തുകൊണ്ട് ലോ കോളേജിലെ SFI പ്രവർത്തകർ അവരെയും കൂട്ടി പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക് വരികയും അവിടെ മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. നമ്മളതിനെ അനുഭാവപൂർണ്ണം പരിഗണിച്ചുകൊണ്ട് യൂണിയൻ ഭാരവാഹികളോട് അകത്തേക്ക് വരാനും ലോ കോളേജിലെ SFIക്കാരായ ചെയർമാൻ ഉൾപ്പെടെയുള്ള യൂണിയൻ ഭാരവാഹികളെ കസേരയിട്ട് ഇരുത്തി അവരോട് സംസാരിക്കുന്നതിനിടെ
നമ്മൾ മറുപടി പറയുന്നതൊന്നുമല്ല അവർ കേൾക്കുന്നത്. മനഃപൂർവ്വം അവിടെ പ്രകോപനം സൃഷ്ടിക്കാൻ അവിടെ ഉണ്ടായിരുന്ന സംസാരിക്കുന്ന യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹികളോട്, ജില്ലാ റപ്പിനോട് ഉൾപ്പെടെ മോശം സംസാരിക്കുകയാണ്. അവരവിടെ പ്രകോപനം സൃഷ്ടിക്കുന്നതിനിടയിലാണ് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൻ്റെ വാതിൽ തള്ളി തുറന്നുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ, ലോ കോളേജിലെ UECയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ കടന്നു വരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ജഡ്ജ്മെൻറ്റിലെ റിസൾട്ട് ഉൾപ്പെടെയുള്ള കോൺഫിഡൻഷ്യൽ ഫയലുകൾ ഉൾപ്പെടെയുള്ളവ കീറിയെറിയാൻ ശ്രമമുണ്ടായി. അത് തടയുന്നതിനിടെ കോഴിക്കോട് ജില്ലാ റപ്പ്, ഈ സംഘാടക സമിതിയുടെ ജനറൽ കൺവീനറായിട്ടുള്ള ജാഫർ തുണ്ടിയിലിന് സാരമായ പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട്. SFI സോണൽ കലോത്സവങ്ങൾ അലങ്കോലപ്പെടുത്തുകയും യൂണിവേഴ്സിറ്റി യൂണിയൻ കിട്ടാത്തതിലെ നിരാശ സോണൽ കലോത്സവം അലങ്കോലപ്പെടുത്തിക്കൊണ്ടാണ് പ്രകടിപ്പിക്കുന്നതെങ്കിൽ ഞങ്ങളൊരു കാര്യം ഉറപ്പറിയാം. ഇതിനെ സംഘാടക സമിതി എന്ന നിലയ്ക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ യൂണിയൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുത്ത യൂണിയൻ എന്ന നിലയ്ക്ക്, ജില്ലാ റപ്പ് എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുള്ളത്, അങ്ങനെ SFI വിചാരിച്ചാൽ അലങ്കോലപ്പെടുത്താൻ സാധിക്കില്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബിസോൺ കലോത്സവത്തെ. അതിനെ എല്ലാ അർത്ഥത്തിലും ചേർത്ത് തോൽപ്പിക്കാനുള്ള ഈ ബിസോൺ കലോത്സവം ഏറ്റവും മനോഹരമായി നടത്താനുള്ള കെൽപ്പ് ഇത് നടത്തുന്ന സംഘാടക സമിതിക്കും ബന്ധപ്പെട്ട യൂണിയനുണ്ട് എന്ന് SFI ഓർമ്മിപ്പിക്കുകയാണ്. വ്യാജ പ്രചരണങ്ങൾ മീഡിയയ്ക്ക് കൊടുത്തുകൊണ്ട് ഇവിടെ എന്തോ അക്രമങ്ങൾ നടത്തുകയാണ്, KSU MSFും അക്രമങ്ങൾ നടത്തുകയാണ്, UDSF അക്രമങ്ങൾ നടത്തുകയാണ് എന്ന് വരുത്തി തീർക്കാനുള്ളതാണെങ്കിൽ അത് കയ്യിലിരിക്കുകയുള്ളൂ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.